ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ കഴിക്കുന്നതും കുടിക്കുന്നതും ഒക്കെ പർപ്പിൾ കളറിലുള്ള ഫുഡുകളായിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മുന്നിലുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പർപ്പിൾ കളറിലുള്ള ഫുഡ് ഉണ്ട്. ഇത് കൂടാതെ തന്നെ നമുക്ക് പർപ്പിൾ കളറിലുള്ള ഫുഡ് ഓരോ നേരത്തേക്കായിട്ട് പ്രിപ്പയർ ചെയ്ത് കുക്ക് ചെയ്യാനുണ്ട്. ഓരോരുത്തരും ഓരോ നേരത്തേക്ക് നല്ല വെറൈറ്റി പർപ്പിൾ ഡിഷസ് ആണ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ നല്ല ഇൻട്രസ്റ്റിംഗ് ചാലഞ്ച് ആയിരിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഇപ്പൊ തന്നെ ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരുണ്ട്, താഴെ ലിങ്ക് ഉണ്ട്, അതിൽ കയറിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ പർപ്പിൾ കളർ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കടക്കുകയാണ്. ഇപ്പൊ ഷാമയാണ് ആദ്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ കുറച്ച് മൈദ ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇന്ന് പാൻ കേക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് മൈദ ഇട്ടിട്ടുണ്ട്, അതിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഈ പാൻ കേക്കിന് എങ്ങനെ പർപ്പിൾ കളർ ആവും നിങ്ങൾ ഇപ്പൊ തന്നെ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. കാരണം സൈഡിൽ ക്യാബേജ് ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം മെയിൻ ആയിട്ട് നമ്മൾ ഇതാണെന്ന് വെച്ചാൽ ഈ ക്യാബേജ് നല്ല പേസ്റ്റ് പരുവത്തിലാക്കി നല്ല പർപ്പിൾ കളർ നമ്മൾ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഫുഡ് കളർ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ കളർ യൂസ് ചെയ്യാത്തതുകൊണ്ട് എങ്ങനെ ഓർഗാനിക് ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാട്ടോ ഈ രീതിയിൽ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് പർപ്പിൾ കളർ പാൻ കേക്ക് ആയി വരുന്ന സമയത്ത് നല്ല ഭംഗി ഉണ്ടാവും. കാരണം ഞാൻ നോക്കി നോക്കട്ടെ എങ്ങനെ ഉണ്ട്. ഒന്നാമത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കളറാണ് പർപ്പിള്. പ്രത്യേകിച്ച് ശ്രീ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ പർപ്പിൾ കളറിലെ ഫുഡ് എന്ന് പറയുമ്പോൾ ശരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഷാമി ഇപ്പൊ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യട്ടെ. അപ്പോഴേക്കും ഞാൻ എന്റെ ഹെയർ കെയർ റുട്ടീൻ കാണിച്ചു തരാം. കാരണം കുറച്ച് കമന്റ്സ് ഒക്കെ വരാറുണ്ട് എങ്ങനെയാണ് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന മാമാഅർത്തിന്റെ ഒണിയൻ ഹെയർ ഓയിൽ ആണ്. ഇത് അവരുടെ റീലോഞ്ച്ഡ് ആൻഡ് ഇംപ്രൂവ്ഡ് ഒണിയൻ റേഞ്ചിലുള്ള ഹെയർ ഓയിൽ ആണ്. അതിന്റെ കൂടെ തന്നെ ഒണിയൻ റേഞ്ചിലുള്ള ഒണിയൻ ഷാമ്പൂ ഉണ്ട്, ഒണിയൻ കണ്ടീഷണറും ഉണ്ട്. അപ്പൊ നമുക്കറിയാം ഒണിയൻ റേഞ്ചിലുള്ള ഹെയർ ഓയിൽ എന്ന് പറയുന്ന സമയത്ത് അതിൽ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഉള്ളിയാണ്. ഉള്ളി നമ്മളെ ഹെയറിന് ഭയങ്കര നല്ലതാണ്. ഹെയർ ഫോൾ കുറയ്ക്കാനും ഹെയർ ഗ്രോത്ത് കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഉള്ളി എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് തന്നെ ഈ അമ്മൂമ്മമാരൊക്കെ നമ്മളെ ഹെയർ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് യൂസ് ചെയ്ത ഒരു ഇൻഗ്രീഡിയന്റ് ആയിരുന്നു ഉള്ളി. കാരണം ഇതിൽ സൾഫർ ഉണ്ട്. ഇത് നമ്മളെ ഹെയർ ഫോൾ കുറയ്ക്കും, ഹെയർ ഗ്രോത്ത് കൂട്ടുകയും ചെയ്യും. അതിന്റെ കൂടെ തന്നെ ഹെയർ നല്ല ഹെൽത്തി ആൻഡ് സ്ട്രെങ്തൻഡ് ആക്കി വെക്കുകയും ചെയ്യും. പിന്നെ ഇതിന്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അതിന്റെ കൂടെ തന്നെ നോൺ സ്റ്റിക്കി ഫോർമുലേഷൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റിക്കിനെസ് ഒന്നും ഫീൽ ചെയ്യൂല. സാധാരണ നമ്മൾ ഉള്ളിയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സ്ട്രോങ് സ്മെല്ലായിരിക്കും. കാരണം ഉള്ളിക്ക് ഒരു കുത്തുന്ന സ്മെല്ലാണ് ഉണ്ടാവുക. പക്ഷെ ഇതിനെങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല സൂതിങ് ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ആണ്. അതിന്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കോംബോ ആപ്ലിക്കേറ്റർ ആണ്. ഇതുള്ളതുകൊണ്ട് നമുക്ക് കൈകൊണ്ട് അപ്ലൈ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നമുക്ക് ഇത് കോംബോ ആപ്ലിക്കേറ്റർ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ ഇത് നമ്മുടെ ഹെയർ ഫോളിന്റെ 58% വരെ പ്രിവെന്റ് ചെയ്യാനും നമ്മളെ ഹെയർ നല്ല നറിഷാക്കി വെക്കാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഏത് ടൈപ്പ് ഹെയറിന് ഇത് സ്യൂട്ടബിൾ ആണ്. അത് കൂടാതെ തന്നെ ഇതിൽ ഒരു തരത്തിലുള്ള ഹാർംഫുൾ കെമിക്കൽസ് യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇതിന് മറ്റ് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് ഒന്ന് ആംല ഓയിൽ ആണ്, പിന്നെ ഭൃംഗരാജ് ഓയിൽ ഉണ്ട്, ഒനിയൻ സീഡ് ഓയിൽ, പിന്നെ റെഡൻസിലും ആണുള്ളത്. ഇതിൽ റെഡൻസിൽ നമ്മുടെ ഹെയറിന്റെ തിക്നെസ് കൂട്ടാൻ സഹായിക്കും. അതുപോലെ തന്നെ ഒണിയൻ സീഡ് ഓയിൽ ഉണ്ട്, അത് നമ്മുടെ ഹെയർ ഫോളിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കൂട്ടാൻ സഹായിക്കും. പിന്നീട് ആംല ഓയിലും ഭൃംഗരാജ് ഓയിലാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്. അത് നമ്മുടെ ഹെയർ ഗ്രോത്തിനും സ്കാൽപ്പൊക്കെ ഹെൽത്തി ആയിട്ട് വെക്കാനും സഹായിക്കും. അതുകൂടാതെ തന്നെ അകാലനര പ്രിവെന്റ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഞാൻ അത് ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒണിയൻ കണ്ടീഷണറും ഷാമ്പൂ വെച്ചിട്ട് ഹെയർ വാഷ് ചെയ്യണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 3 സ്റ്റെപ്പ് ഹെയർ റുട്ടീൻ ആണ് കേട്ടോ. കാരണം ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഷാമ്പൂ കണ്ടീഷണർ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല ഹെൽത്തി ആൻഡ് ഷൈനി ആയിട്ട് കിട്ടും. അത് കൂടാതെ തന്നെ ഈ ഷാമ്പൂല് 22% അധികം ഫോം ഉണ്ട്. അത് മാത്രമല്ല ഇതിൽ യാതൊരു വിധത്തിലുള്ള കെമിക്കൽസ് യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ഇന്ന് പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം. അപ്പൊ ഞാൻ ഹെയർ ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ടുണ്ട് ഹെയർ. പിന്നെ അത് കൂടാതെ തന്നെ മാമാഅർത്തിന്റെ പ്ലാൻ ഗുഡ്നസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാമാഅർത്തിന്റെ ആപ്പിൽ നിന്ന് നമ്മളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ ഓർഡർ അവര് നട്ടൊരു ചെടിയുമായിട്ട് അവർ ലിങ്ക് ചെയ്യും. എന്നിട്ട് അതിന്റെ ഡീറ്റെയിൽസ് അവർ നമുക്ക് അയച്ചു തരും. 2025 ആകുമ്പോഴേക്ക് 1 മില്യണിലധികം ട്രീസ് നടാൻ പറ്റുന്നതാണ് അവർ ഈ പ്ലാൻ ഗുഡ്നസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു ഗുഡ് ന്യൂസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാമാഅർത്ത് അവരുടെ ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് iOS-ലും ആൻഡ്രോയിഡിലും അവൈലബിൾ ആണ്. അപ്പൊ ഡൗൺലോഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും. എന്തായാലും കയറി ചെക്ക് ചെയ്യുക. പിന്നെ ഡിസ്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ആ ആപ്പ് വഴി മനസ്സിലാവും. പിന്നെ ഞാനിപ്പോ ഈ കാണിച്ചുള്ള പ്രൊഡക്ട്സിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. വേണ്ടവരൊക്കെ കയറി പർച്ചേസ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ നമ്മളെ പുള്ളോത്തി 2022 എന്നുള്ള കൂപ്പൺ കോഡ് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ടും കിട്ടും. ഇത് മാമാഅർത്തിന്റെ ആപ്പിലും വെബ്സൈറ്റിലും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അത് കൂടാതെ തന്നെ നമ്മൾ ഈ പ്രൊഡക്ട്സ് ഒക്കെ നൈക്ക, ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ വേണ്ടവരൊക്കെ കയറി പർച്ചേസ് ചെയ്യാൻ നിങ്ങളുടെ ഹെയർ ഒക്കെ നല്ല അടിപൊളിയാക്കി വെക്കുക. അപ്പൊ ഷാമിത ഞാൻ വന്നപ്പോഴേക്ക് ബാറ്റർ ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വരാൻ കാത്തുന്നാട്ടോ കളർ മിക്സ് ചെയ്യാൻ വേണ്ടി. അതെ, അപ്പൊ ഞാനിതാ ഈ കാബേജിന്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പർപ്പിൾ കളർ ആവുമല്ലോ എന്ന് കാത്തിരുന്ന് കാണാൻ. പക്ഷെ ഇത് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ കാബേജ് നല്ല സോഫ്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു അല്ലേ?
കുറച്ചുകൂടെ അപ്പൊ ടേസ്റ്റ് മാറിപ്പോയാലോ? അത് സാരില്ല. കുറച്ചുകൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ലൈറ്റ് കളറാട്ടോ. അതിന്റെ ഇടയ്ക്ക് കാബേജിന്റെ ഒരു ഇതൊക്കെ ഉണ്ട്. ഇത് കുറച്ചുകൂടെ വെക്കട്ടെ. ആവശ്യം ഇപ്പൊ ഇത് പെർപ്പിൾ കളർ ആയിട്ടുണ്ട് കേട്ടോ. ഒരു ലൈറ്റ് പെർപ്പിൾ കളർ ആണ്. വീഡിയോയിൽ എനിക്ക് ക്യാമറയിൽ തോന്നുന്നു അത്രമാത്രം കാണുന്നില്ല. പക്ഷെ ഇത് ചിലപ്പോ പാൻ കേക്ക് ആയിട്ട് അത് ചൂടായി വരുന്ന സമയത്ത് കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ട് കാണും കേട്ടോ. അപ്പൊ നമുക്ക് ഇതിനി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ നമുക്ക് നമ്മളെ പെർപ്പിൾ പാൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് നെയ്യ് ഒഴിക്കണ്ടേ. ഇത് ഷാമിയുടെ വേർഷൻ ആണെന്ന് തോന്നുന്നു പാൻ കേക്ക്. എന്റെ വേർഷനാണ്. ഇതൊന്നും ആരും ട്രൈ ചെയ്യരുത്. സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പോ ട്രൈ ചെയ്യണം വിപരീതമാണ്. കാരണം ആ ക്യാബേജിന്റെ ടേസ്റ്റ് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ ആ പർപ്പിൾ കളർ ആവാന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം. അതാ നല്ല രസം കേട്ടോ. നല്ല ലൈറ്റ് പർപ്പിൾ കളർ ആയിട്ടുണ്ട്. ഇത് കുക്ക് ചെയ്താൽ അറിയാം എങ്ങനെയാണ് ഇതിന്റെ കളർ വരാന്നുള്ളത്. ചിലപ്പോൾ ഡാർക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഇത് കുക്ക് ചെയ്ത് വരുമ്പോഴത്തേ ഇവിടെ പർപ്പിൾ കളർ ആയിട്ടുണ്ട്. നേരത്തെ പോലത്തെ ലൈറ്റ് അല്ല കേട്ടോ. ഇത് നല്ല രസമുണ്ടേ. നല്ലൊരു കളറ്. നല്ല കളറ്. ഞാനതൊന്ന് തിരിച്ചിട്ടോക്കട്ടെ എങ്ങനെയുണ്ട്. നല്ല രസമുണ്ട് കളറ്. നല്ല ശ്രീക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടോ. കാരണം നല്ല ക്യൂട്ട് ആയിട്ട് ഒരു കളർ പോലെ എനിക്ക് ഇഷ്ടമുള്ള കളറാണ്. ഞാൻ വിചാരിച്ചാലും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ഇനി അറിയില്ല. അത് നല്ല വേവണം കേട്ടോ ക്യാബേജിന്റെ. നീ പോയിട്ട് പ്ലേറ്റ് എടുത്തിട്ട് വരിക. ഞാൻ ഇവിടെ ഇരിക്കുന്നോണ്ട് പിന്നെ ഞാൻ രക്ഷപ്പെട്ടു. നമ്മളിപ്പോ ടോട്ടലി 4 ഫുഡ് കളർ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാല് നമ്മള് റെയിൻബോ കളർ ഉൾപ്പെടെ. അതിലിപ്പോ എനിക്ക് തോന്നി പർപ്പിൾ കളർ ഉണ്ടാക്കാനാണ് ഏറ്റവും കൂടുതൽ പ്രയാസം. അപ്പൊ ഗയ്സ് ഇതിന്റെ ആദ്യത്തെ പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല കറക്റ്റ് പർപ്പിൾ കളർ ആയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നല്ല കറക്റ്റ് പർപ്പിൾ കളർ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി 2, 3 ഒക്കെ ഉണ്ടാക്കാം. അപ്പൊ രണ്ടാമത്തെ പർപ്പിൾ പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതും കൂടെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത്ര ഉണ്ടാക്കുന്നുണ്ട്. ഭംഗിയോട്ട് പോലെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു. അതാണ് ഞാൻ കുറച്ച് ഉണ്ടാക്കി നോക്കട്ടെ. ടേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല തിന്നാലോ. അപ്പൊ ഇനി അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാനാണ്. ഞാൻ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് ബ്രെഡ് പോക്കറ്റ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. എന്നുവെച്ചാൽ നമുക്ക് പർപ്പിൾ കളറിലൊക്കെ ആയി വരുമ്പോൾ നല്ല രസം ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എഗ്ഗും ബ്രെഡും അങ്ങനെ കുറച്ച് സാധനങ്ങൾ വേണം ഞാൻ എടുത്തിട്ട്. ഞങ്ങൾക്കും കൂടി ഓൾ ഉണ്ടാക്കുന്നതാണ് പദ്ധതി. അതായത് നമ്മൾ അങ്ങോട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് എല്ലാവരും കഴിക്കാൻ പാകത്തിന് വേണം. പാൻ കേക്ക് പിന്നെ എല്ലാവർക്കും കഴിച്ചൊക്കെ അറിയാലോ. പിന്നെ പ്രത്യേകിച്ച് ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. പക്ഷെ ശ്രീനിൽ എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ട്. അപ്പൊ എന്റെ ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ അതാ കോഴിമുട്ട നമ്മൾ ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് നല്ല പഞ്ചസാര ഇട്ടിട്ട് അത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. നിന്റേതും മധുരമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ശ്രീന്റേതും അതാണ്. അഞ്ചിന്റെ എന്താ ഞങ്ങൾ അപ്പൊ എന്റെ അവസാനത്തെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ എല്ലാം റെഡി ആയി. നോക്ക് 1, 2, 3, 4 അത്ര 5 പാൻ കേക്ക് ഞാൻ ഉണ്ടാക്കിട്ടോ. ഇത് ഇവരും കൂടെ സഹായിക്കുന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ അത് മാത്രമല്ല ഓളെ അതിന്റെ ഭംഗി കണ്ടിട്ടാട്ടോ ആ മാവ് തീർന്നോട്ടെ എന്ന് വെച്ച് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞാനിത് എഗ്ഗ് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ നമ്മൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഈ ഒരു പർപ്പിൾ മിക്സ്ചർ ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പൊ നമ്മളിത് എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പർപ്പിൾ മിക്സ്ചർ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കളർ വരുന്നുണ്ടോ നോക്കാം. ഇതിട്ടെ. നല്ല അടിപൊളി പർപ്പിൾ കളറായി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ ഇങ്ങനെ നല്ലോണം ഡിപ്പ് ചെയ്തിട്ടാണ് ബ്രെഡ് പൊരിക്കാൻ പോവുക. അപ്പൊ അത് നല്ല ഐഡിയ കൂടി ഉണ്ട്. ഇവിടെ പഞ്ചസാരയും തേങ്ങയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് അതെ, അതാണ് നമ്മുടെ സ്വീറ്റ് ബ്രെഡ് പോക്കറ്റ്. അതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഞാനിത് തേങ്ങയും പഞ്ചസാരേന്റെയും കൂടെ ഈ ഒരു മിക്സ് ഇതിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്കത് ഒരു ബ്രെഡും കൂടെ അതിന്റെ മുകളിൽ വെച്ചിട്ട് നമുക്കത് ഒട്ടിച്ചെടുക്കാൻ. ഇത് നമുക്ക് വെള്ളം വെച്ചിട്ട് അതിന്റെ സൈഡ്സ് ഒക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലൊന്നും കൂടെ നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ പൊരിക്കും. അപ്പൊ നല്ലൊരു പർപ്പിൾ കളറിൽ അത് കിട്ടും. അപ്പൊ ഈ ആദ്യത്തെ ബ്രെഡ് പോക്കറ്റ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഈ ഒരു പർപ്പിൾ മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് പൊരിക്കാം കേട്ടോ. അതില് ഫസ്റ്റ് നെയ്യ് ഒഴിക്കണം. ഇനി നമുക്ക് ഇതില് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇത് എങ്ങനായി വരുന്ന കാത്ത് കേട്ടോ. ഞങ്ങള് ഒരു ഐഡിയ ഇല്ല. ഇങ്ങനെ കാണുമ്പോ നല്ല കളറിലുണ്ട്. കുറച്ച് അതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്താലോ? വേണ്ട, ഇങ്ങനെ മതി. അപ്പൊ ഒരു ബ്രെഡ് പോക്കറ്റ് ഇത് ഇവിടെ റെഡി ആവുന്നുണ്ട്. നമുക്ക് രണ്ടാമത്തതും കൂടെ പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഇത് മറിച്ചിട്ടെടുക്കട്ടെ ശ്രീ? മറിച്ചിടാനേ ഞാൻ ഇതൊന്ന് മറിച്ചിട്ടോക്കട്ടെ. എനിക്ക് പേടിയാണ്. ഞാൻ നോക്കാം. ഈശ്വര ഭഗവാനെ. അതാ കോഴിമുട്ട ഇങ്ങനെ ഫ്രൈ ആയി വന്നതിന്റെ കളറാണ് കേട്ടോ. എന്നാലും ഇതാ നമ്മുടെ പർപ്പിൾ കളർ ഉണ്ട്. ശ്രീ ഇത് എങ്ങനെയൊക്കെ കറക്റ്റ് പർപ്പിൾ കളറിലാക്കി വിജയിച്ചിട്ടുണ്ട്. ഇനി എന്റെ അടുത്തത് ഞാൻ അല്ല
അല്ല ഇതെങ്ങനെയൊക്കെ പർപ്പിൾ ആവുമ്പോൾ എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്റെ ഒരു ബ്രെഡ് പോക്കറ്റ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാനി. അഞ്ചിന്റെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ നല്ല പർപ്പിൾ കളറായി വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കത് മറിച്ചിടാം. ഇതിന്റെ കഴിയുമ്പോഴത്തേക്ക് ഇന്റത് റെഡി ആവും. ഞാൻ ഓംലെറ്റ് ആട്ടോ ഉണ്ടാക്കുന്നത്. നല്ല പർപ്പിൾ കളർ ഓംലെറ്റ് ആയി കിട്ടുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വേറെ ഓംലെറ്റ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഓംലെറ്റിന്റെ കൂടെ ഡ്രിങ്കും ഉണ്ട് കേട്ടോ. അപ്പൊ കറക്റ്റ് ശരി. പിന്നെ നമുക്ക് അതിന്റെ ഇടയിൽ ബ്രഞ്ചൊക്കെ കഴിക്കാറുണ്ടല്ലോ, ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. അങ്ങനെ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ടും കൂടെ ഒരു ലൈറ്റ് പർപ്പിൾ കളറിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. രണ്ട് പർപ്പിൾ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. കളർഫുൾ ആണ് ഫുള്ള്. അപ്പൊ ഇനി അടുത്തത് 5 ഓംലെറ്റ് ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ. ഞാനിത് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൽ പച്ചമുളക് ഇടാം. അതെ അത് പച്ചയാണ്. പക്ഷെ ഇപ്പൊ റെഡി ആയില്ലേ, പർപ്പിൾ കളർ ആയില്ലേ. നേരത്തെ എടുത്ത് വെച്ച ക്യാബേജ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളി ഇടുന്നുണ്ട് കേട്ടോ. അത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കോഴിമുട്ട വേണമെങ്കിൽ ഒന്നുകൂടി ആഡ് ചെയ്യേണ്ടി വരും. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് ക്യാബേജ് ഇടാം കേട്ടോ. കളർ വേണം, അത് മസ്റ്റ് ആണ്. അപ്പൊ ഞാൻ പർപ്പിൾ കളറിലുള്ള ഓംലേറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അത് ആ മിക്സർ ഒക്കെ ഇട്ടിട്ട് ഞാൻ മിക്സ് ആക്കി വെച്ചിട്ട് ഇതിൽ ഒഴിച്ചിട്ട് നോക്കാം എന്താ സ്ഥിതി. പക്ഷെ ഓംലെറ്റിനെ ഞങ്ങൾ കാണുന്നില്ല. കോഴിമുട്ട കളറാണ്, കാരണം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഫില്ലായിട്ട്. ക്യാബേജുകൾ കണ്ടോ ഇവിടെ എല്ലാ സ്ഥലത്തും ഉണ്ട്, മറ്റേ മിക്സ് മാത്രമല്ലാതെ. അതുകൊണ്ട് പിന്നെ കുറച്ചും കൂടെ ഇവരെക്കാട്ടൊക്കെ എടുത്ത് നിൽക്കാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ ഇട്ടതാണ് കേട്ടോ. പീസ് ആക്കിയിട്ട് ഇത് മറിച്ചിടുമ്പോ മുറിഞ്ഞു. ഞങ്ങളെ പേടിപ്പിക്കുന്നത് അല്ല ഇതുവരെ ഞാൻ ആ പാനിൽ നന്നായിട്ട് ഒരു ഓംലെറ്റ് ഉണ്ടാക്കിയില്ലേ ഗൈസ്, അതുകൊണ്ടാണ്. ഞാനിത് പൊട്ടി പോവാതിരിക്കാനുള്ള വെല്ലുവിളി സ്വീകരിച്ചിട്ട് ഈ പ്ലേറ്റിലേക്ക് ഇട്ടതാട്ടോ ആദ്യം. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബുദ്ധിപരമായിട്ടുള്ളത് മറിച്ചിട്ടതാണ് സംഭവം. ഈ മറിച്ച് തിരിച്ച് വരുമ്പോഴേ ഉള്ളത് എന്താണ് സംഭവം എന്നുള്ള മനസ്സിലാവുള്ളൂ. എന്റെ പ്രതീക്ഷകളെല്ലാം തകർത്ത്. അപ്പൊ ഞാൻ ഓംലെറ്റ് ഇങ്ങനെ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. മുറിയാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് പല സൈഡിലും പല കളറാണ്. പൊരിഞ്ഞ ഭാഗത്തൊക്കെ ഇങ്ങനെ കളർ ഉണ്ട്. അപ്പൊ ഞാൻ കുറച്ച് ക്യാബേജ് ഒക്കെ ഇട്ടിട്ട് നല്ല ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ 3 ആളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ കൂടെ ഡ്രിങ്കും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ടേബിളിൽ പോയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു തുടങ്ങി. എന്റേതൊക്കെ ചൂടൊക്കെ ആറിപ്പോയിട്ട് ഇന്ന് എങ്ങനെയാ ഇതിന്റെ ടേസ്റ്റ് എന്നൊന്നും അറിയില്ല. എന്റെ നല്ല ചൂടുണ്ട്. ഞാനെന്താ സാൻഡ്വിച്ച് പോലെയാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്, മേലെ ക്യാബേജ് ഒക്കെ വെച്ചിട്ട്. അപ്പൊ ഞാൻ എന്റെ ബ്രെഡ് പോക്കറ്റ് കഴിച്ചു നോക്കട്ടെ കേട്ടോ. ടേസ്റ്റ് എങ്ങനെയുണ്ട് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. നീ തോന്നിയതിൽ കുറച്ചുകൂടെ മധുരം കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതില് തേങ്ങയാണ്, മധുരമാണ്, കോഴിമുട്ടയാണ്. അതിനോട് എനിക്ക് ഇഷ്ടമായിട്ടോ. എനിക്കും ഇതിന്റെ ഭയങ്കര ഇഷ്ടമായിട്ടോ. ആ ക്യാബേജിന്റെ ടേസ്റ്റ് ഒക്കെ നല്ല രീതിയിൽ, ആ ക്രഞ്ചിനെസ് ഒക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്. നിന്റെ മാത്രമാണ് ഇങ്ങനെയായപ്പോയതപ്പോ ഉള്ളിലേക്ക് തേങ്ങ കടിക്കാൻ കിട്ടുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ക്യാബേജിന്റെ ടേസ്റ്റ് ഒന്നും വരുന്നില്ല, പക്ഷെ മധുരം കുറഞ്ഞുപോയി. ഞാൻ പറയുന്ന ആരെയും കേൾക്കുന്നില്ല. എന്റെ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ മധുരം കുറഞ്ഞുപോയി. കുറച്ചും കൂടെ മധുരം അപ്പോഴേ പറഞ്ഞല്ലേ. ഷാമിന്റെ മധുരം ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടാവായിരുന്നു കേട്ടോ. എന്ത് ചെയ്യും ഇനിയിപ്പോ കുറച്ച് പഞ്ചസാര വേണമെങ്കിൽ സൈഡിലുണ്ട്. പക്ഷെ നെയ്യിന്റെ നല്ല ഫ്ലേവർ ഉണ്ട് അല്ലേ, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. ഇതും ഓംലെറ്റ് പോലെ തന്നെ ഉണ്ട്, അതിന് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഞാൻ എടുത്തത് പർപ്പിൾ കളറിലുള്ള എപ്പിഗാമിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യോഗർട്ട് സ്മൂത്തി ആണ് കേട്ടോ. പർപ്പിൾ കളർ തന്നെയാണ്. ബ്രെഡ് പോക്കറ്റ് എന്ത് ടേസ്റ്റ് ആണെന്നറിയോ? ഞാൻ ഷാമി അനാർ ജ്യൂസ് ആണ് എടുത്തിട്ടുള്ളത്, അനാർ ഷേക്ക് ആണ്. അപ്പൊ നമ്മൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസ് ഉണ്ട്. പിന്നെ അതേപോലെ ഒരുപാട് സ്നാക്സ് ഉണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് ഫിനിഷ് ചെയ്തിട്ട് കാണാം. ഷാമി ഈ പാൻ കേക്കിന്റെ കൂടെ എന്റെ ഓംലെറ്റ് ആട്ടോ കഴിച്ചോണ്ടിരുന്നത്. അതുകൊണ്ട് എന്റെ പകുതി ഓംലെറ്റ് ആ വഴിക്ക് പോയി. അതുകൊണ്ട് നമുക്ക് ബ്രഞ്ചും പിന്നെ ഈ ലഞ്ചും ഒക്കെ നന്നായിട്ട് കഴിക്കണം എന്നാണ് ഞാൻ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് സ്നാക്ക് ടൈമിൽ കാണാം. അപ്പൊ നമ്മള് ബ്രഞ്ച് കഴിക്കാൻ വേണ്ടിട്ട് ഇരിക്കുകയായിട്ട് ഞാൻ ഒരു വലിയ പാക്കറ്റ് പർപ്പിൾ കളറിന്റെ ബ്രഞ്ചാണ് എടുത്തിട്ടുണ്ട്. ഞാനിതോട് മുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ആർത്തി എന്നൊക്കെ പറയാൻ കടലി എടുത്തിട്ടുണ്ട്. കാരണം മുന്തിരി പോരാ, ഇതും കൂടി വേണം. ഞാനിത് ഒരു പർപ്പിൾ കളറിലെ ബ്ലൂബെറി കേക്ക് ആണ് കേട്ടോ അവിടെ എടുത്തിട്ടുള്ളത്. ഉപ്പിട്ട് കേക്ക് വെച്ചിട്ട് ആരും ഉപ്പിട്ട് കേക്ക് വെച്ചിട്ട് ഇത് മൊത്തം ഉപ്പ് ചേക്കുന്നു. ഞാൻ അതിൽ ആ വിഷം പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാ. ഞാൻ അത് കഴിച്ചു നോക്കട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേക്ക്. ഞാൻ അതൊന്ന് കഴിച്ചു നോക്കട്ടെ. എനിക്ക് ടേസ്റ്റ് ചെയ്യണം. ഞാൻ തരില്ല. ഞാൻ തരൂ, കാരണം എന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഇവർ രണ്ടാളില്ലെങ്കിൽ ഞാൻ എന്ത് തന്നെ വിശന്നിരിക്കേണ്ടി എന്തേലും. ആ ഇത് മസാല ഉള്ള കടല കേട്ടോ. ഏത് വഴിക്ക് പോയി വേണ്ടില്ലല്ലോ. ടേസ്റ്റ് ഉണ്ട്. നല്ല പക്ഷെ കേക്കിനെക്കാട്ടി ടേസ്റ്റ് ഇല്ല.
അത് വേറെ ഇത് വേറെ. ആ കേക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മധുരത്തിനോടാണ് കൂടുതൽ ഇഷ്ടം. 5 ഇവിടെ 20 പഞ്ചൊക്കെ ആയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കണം. അമ്മ ഒന്ന് തരുന്നില്ല. നമുക്ക് വേണ്ട പഞ്ച്. പക്ഷെ അർജന്റീനയില് ഇനിയും എത്രയോ ബാക്കിയുണ്ട്. ഇതിനൊന്നും ബാക്കിയില്ല. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളെ സ്നാക്സ്. ഞാനിതാ ബ്ലൂബെറി, ഞാനല്ല സ്വീറ്റ് ബ്ലൂബെറി കേക്ക്, പിന്നെ 5 മഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഈ ഒരു പർപ്പിൾ കളറിലുള്ള കടലയും പിന്നെ മുന്തിരി എടുത്തിട്ടുണ്ട്, 3 കൂടെ. അപ്പൊ നമുക്ക് ഇനി ലഞ്ചിന്റെ പ്രിപ്പറേഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് കഴിച്ചിട്ട് നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പൊ നമ്മുടെ ലഞ്ചിന്റെ പ്രിപ്പറേഷൻസിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഞാനാണ് ആദ്യം ഉണ്ടാക്കുന്നത് വെച്ചാൽ ഞാൻ തേങ്ങാച്ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഈ ക്യാബേജ് ആണ് നമ്മൾ ഈ ആക്കി വെച്ചത്. അപ്പൊ അതിന്റെ ഒരു പച്ചപ്പ് മാറാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. അതിനുശേഷം നമ്മൾ അതിലേക്ക് ചോറും തേങ്ങയൊക്കെ മിക്സ് ചെയ്തിട്ട് എടുക്കുള്ളൂ. നിങ്ങൾ സാധാരണ തേങ്ങാച്ചോറാണെന്ന് വിചാരിക്കരുത്. പക്ഷെ തേങ്ങാച്ചോറ് എന്ന് പറഞ്ഞാൽ ഉള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വെക്കാറ്. പക്ഷെ ഇതിൽ ഉള്ളി ഇടാം. പക്ഷെ ഞാൻ ഇന്റേതായ രീതിയിൽ ഉണ്ടാക്കണം, എളുപ്പത്തിൽ കഴിയുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് ക്യാബേജിനെ മിക്സ് ഇതിലേക്ക് ആക്കി കൊടുക്കാം. അപ്പൊ ഇത് നമ്മുടെ ക്യാബേജ് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് കൂടുതൽ ഇട്ടോ, ടേസ്റ്റ് ഉണ്ടെങ്കിലോ. ഈ പർപ്പിൾ കളർ തേങ്ങയായി. പർപ്പിൾ കളർ തേങ്ങയായി. കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് തേങ്ങ ക്യാബേജ് ഒക്കെ നല്ല വറ്റി സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇടട്ടെ. പർപ്പിൾ കളർ ആവുന്നുണ്ട്. അപ്പൊ നമ്മുടെ പർപ്പിൾ കളർ തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ. പ്ലേറ്റ് എടുക്കാം. റെഡി. അപ്പൊ നമ്മുടെ തേങ്ങാച്ചോറ് പർപ്പിൾ കളറിലുള്ള തേങ്ങാച്ചോറ് നമ്മളിത് ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ബൗളിന്റെ ഷേപ്പിലൊക്കെ ആക്കിയിട്ടുണ്ട്. അടുത്തുള്ള ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഷാമി ഉണ്ടാക്കാന്ന്. അത് ഞാനാണ് ഉണ്ടാക്കുന്നത്. സഞ്ജിന്ന് കുറച്ച് മടിച്ചാണ്. ഞാനും അഞ്ചിന്ന് ഒരേ പോലെയാണ്. കാരണം ഞങ്ങള് കാബേജ് ഉപ്പേരി വെച്ചിട്ട് ചോറിൽ മിക്സ് ചെയ്യാണെന്ന് വിചാരിച്ചത്. അപ്പൊ നമുക്ക് ഇനി കാബേജ് ഉപ്പേരി ഉണ്ടാക്കണം. അപ്പൊ ഞാനാണ് ഉണ്ടാക്കുന്നത്. രണ്ടാക്കും ഒന്നാനും കൊണ്ട് ഒരാൾക്കാണ് ജോലി ഉണ്ട്. അപ്പൊ നമുക്ക് അത് ഉണ്ടാക്കാം. അപ്പൊ ഇത് എനിക്കും അഞ്ചിനും കാബേജ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കാബേജ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്നും ആവട്ടെ കേട്ടോ. അപ്പൊ നമ്മുടെ കാബേജ് ഉപ്പേരി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, പർപ്പിൾ കളറിലുള്ള. അപ്പൊ നമുക്ക് ഇനി പ്ലേറ്റിലേക്ക് ചോറൊക്കെ ഇട്ടിട്ട് ഈ കാബേജ് ഉപ്പേരിയും കൂടെ ഇട്ട് മിക്സ് ചെയ്യാം. എനിക്ക് എത്ര മതി? എനിക്ക് മതി. നീ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് പർപ്പിൾ കളറിൽ തന്നെ കിട്ടും കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ശ്രീന്റെ പോലെ തന്നെ ഉണ്ടാവും ഞങ്ങളെ ചോറും കാണാൻ. ഈ പർപ്പിൾ ഉപ്പേരി നമ്മൾ ഈ ചോറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് കൂടുതൽ ഇട്ടുണ്ട്, എന്നാലേ കളർ കിട്ടുള്ളൂ. ഇനി അടുത്ത ഇന്ത്യയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടി ഉപ്പേരി ഇട്ട് കൊടുക്കുക. ഉപ്പേരി നല്ലോണം ഇട്ടോളൂ. അപ്പൊ നമ്മളെ പർപ്പിൾ കളറിലുള്ള ലഞ്ച് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ കൂടെ നമ്മൾ വെള്ളം കേട്ടോ കുടിക്കുന്നത്. കാരണം നമുക്ക് ജ്യൂസ് ഒന്നും ചോറിന്റെ കൂടെ കുടിച്ചാൽ റെഡി ആവില്ല. ഞാനെന്തിന് ചമ്മന്തി ഉണ്ടാക്കണോ ചോദിച്ചപ്പോ ഞാൻ എപ്പോഴും ചോറിന് ചമ്മന്തി ഉണ്ടാക്കുന്നതായോണ്ട് ഇപ്രാവശ്യം ഉണ്ടാക്കില്ല. അപ്പൊ നമുക്ക് പോയിട്ട് ലഞ്ച് ഫിനിഷ് ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മുടെ പർപ്പിൾ കളർ ലഞ്ച് കഴിക്കാതെ തേങ്ങാച്ചോറ് പർപ്പിൾ കളർ തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെർഫെക്റ്റ് പർപ്പിൾ ആട്ടോ. കറക്റ്റ് പർപ്പിൾ ആണ്. ഞങ്ങളത് പർപ്പിൾ കളർ ഉപ്പേരി വെച്ചിട്ട് നമ്മൾ ചോറ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കഴിച്ചു തുടങ്ങാം കേട്ടോ. ടേസ്റ്റ് ചെയ്തിരിക്കൂലേ? അത് പറയാൻ പറ്റില്ല എന്തായിരിക്കുന്നത്. ഇത് ഉപ്പേരി കൂടി ചോറുന്ന അതേ ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കൂട്ടി കഴിക്കുന്ന പോലത്തെ ഇതിനിടെ തേങ്ങയുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടമായിരുന്നു. ശ്രീന്റെ അവിടെ വെച്ച തേങ്ങ ഞാൻ ആണല്ലേ? ചുമ്മാ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഗ്രേപ്സ് ഇവിടെ സൈഡിൽ വെച്ചതാട്ടോ. ഗാർണിഷ് ചെയ്യാനല്ല, അത് ചോറ് തിന്നാതെ. കുഴക്കുന്ന സമയത്ത് ചോറും പർപ്പിൾ കളറായി വരുന്നുണ്ട് കേട്ടോ. ശ്രീന്റെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തോട്ടെ. എന്റെ നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം ഉപ്പേരി കാബേജ് ഉപ്പേരി കൂട്ടി തിന്ന വളരെ കുഴപ്പമില്ല. ഇത് ആ ഒരു കാബേജിന്റെ ആ ഒരു പച്ചപ്പ് വിട്ടിട്ടില്ല, അതുകൊണ്ടാണ്. ഇത് നല്ല വെന്തതാണ് കൊണ്ട്. പിന്നെ ഈ പർപ്പിൾ കളർ എന്ന് പറയുന്ന സമയത്ത് കുറച്ച് ഓപ്ഷൻസ് കുറവാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ പർപ്പിൾ കളർ ആക്കുന്നത്. എല്ലാം ഒരുവിധം ക്യാബേജ് എടുക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. പിന്നെ ഉള്ളത് കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് എപ്പോഴും കേക്ക് കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് ഈ ലഞ്ച് ഫിനിഷ് ചെയ്തിട്ട് കാണാം. അപ്പൊ നമ്മളെ പർപ്പിൾ ലഞ്ചൊക്കെ നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങളെ രണ്ടാളെ ലഞ്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുറെ ഉപ്പേരികൾ കുറെ ഉപ്പേരികൾ സാധാരണ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പേരികളെ കിട്ടുള്ളൂ. ഇത് കുറെ ഉപ്പേരിട്ട് ചോർന്ന നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്റത് പിന്നെ അത്രയ്ക്ക് കേട്ടതല്ല. എനിക്കെല്ലാം അധികം ഇഷ്ടമല്ല. കാര്യം ചെറുതായിട്ട് ആ ഉപ്പേരിന്റെ ഒരു പച്ച ടേസ്റ്റ് വന്നിരുന്നു. അതിനോട്ടാണ്, അല്ലെങ്കിൽ വേറെ അത് അതിലിട്ട് മിക്സ് ചെയ്തോണ്ടാണ്. ഞങ്ങൾ ഉപ്പേരി ആക്കിയോണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ലഞ്ചൊക്കെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്കിത് ഈവനിങ് ആവണം. അപ്പൊ നമുക്ക് ഇനി ഈവനിങ് സ്നാക്കിന് കാണാം. അപ്പൊ നമ്മുടെ ഈവനിങ് സ്നാക്കിന്റെ സമയമാണ്. അപ്പൊ ഈവനിങ് സ്നാക്കിന് ഡ്രിങ്ക് ആയിട്ട് ഞാൻ ഡ്രിങ്കും കഴിക്കാനുള്ളതും കൂടെ മൊത്തത്തിൽ മിക്സ് ആയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പൊ നമ്മൾ കേക്ക് ഷേക്ക് ആണ് ഉണ്ടാക്കാൻ പോണത്. ബ്ലൂബെറി ഷേക്ക്
അതെ, ബ്ലൂബെറി കേക്ക് ഷേക്ക് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പാല് നമ്മളിവിടെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ഫുൾ പേസ്ട്രി നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട്. അപ്പൊ അതെ, നമ്മുടെ പർപ്പിൾ കളറിലുള്ള ബ്ലൂബെറി ഷേക്ക് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്നാക്സിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ ഈവനിങ് സ്നാക്ക് കഴിക്കാൻ പോകണം. നമ്മുടെ മുമ്പിൽ കുറെ സാധനങ്ങൾ ഉണ്ട് കേട്ടോ. അതെ, എന്റെ കേക്ക് ഷേക്ക് ഇവിടെ ഉണ്ട്, പിന്നെ ഡാർക്ക് ഫാന്റസിന്റെ ചോക്കോലേറ്റ് ഡിപ്റ്റ് ഉണ്ട്, യൂണിബിക് ഉണ്ട്, ഡൊറിറ്റോസ് ഉണ്ട്, ബിങ്കോ ഉണ്ട്, പിന്നെ യോഗേർട്ട് ഉണ്ട്, പിന്നെ ഐസ്ക്രീം ഉണ്ട് എന്റെ കയ്യിൽ. ഞാൻ ഐസ്ക്രീം ആട്ടോ ഈവനിങ്ങിൽ കഴിക്കുന്നത്. ഞാൻ കഴിക്കാൻ പോകുന്നത് ഡൊറിറ്റോസ് ആണ്. ഇതിനെക്കാട്ടി വലിയ ഡൊറിറ്റോസ് ആണ്. ഞാനിത് നേരത്തെ കേക്ക് ഷേക്ക് അടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എന്തെങ്കിലും ഒന്നും കൂടെ ഞാൻ എടുത്ത് കഴിക്കും കേട്ടോ. ഞാനിത് എങ്ങനെ ഉണ്ട് ആദ്യം നോക്കട്ടെ. ഇത് ഞാൻ ഡൊറിറ്റോസ് കഴിക്കാം. കേക്ക് ഷേക്ക് ഒരു രക്ഷയിലേക്ക് ഇഷ്ടമായി. നോക്കട്ടെ. എന്തോ ഐസ്ക്രീം ടേസ്റ്റ് ഇല്ലേ? അടിപൊളി. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഷേക്കിന്റെ കൂടെ യൂണിബിക് ആണ് കേട്ടോ എടുക്കുന്നത്. യൂണിബിക്ക് പൊളിഞ്ഞിരിക്കുന്നതായി. ഇവരുടെ ഐസ്ക്രീം തിന്നാണ് ഇവർ ഷേക്ക് കുടിക്കാൻ. അപ്പൊ ഞാൻ യോഗട്ട് തിന്നാന്ന് വിചാരിച്ചു. ഓള് ബ്ലൂബെറി യോഗട്ട്, ഞാൻ ബ്ലൂബെറി ഐസ്ക്രീം. നല്ല ലൈറ്റ് കളർ ബ്ലൂബെറി യോഗട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ യോഗട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മൾ ഇന്നത്തെ പർപ്പിൾ ഫുഡ് കളർ ചാലഞ്ചിലെ പർപ്പിൾ കളർ ഫുഡ്സ്. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ ഫുഡിലും കഴിച്ച ഫുഡിലും ഒക്കെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്നുള്ള മറക്കാതെ താഴെ കമന്റ് ബോക്സിൽ പറയാം. പിന്നെ മാമാരത്തിന്റെ ഓണിയൻ റേഞ്ചിലുള്ള പ്രൊഡക്ട്സിന്റെ ലിങ്ക് ഒക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. വേണ്ടവരൊക്കെ കയറി ചെക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോയുടെ ഒപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ this is ശ്രീലക്ഷ്മി, This is Shamya. This is Sanjita. signing off.